പാമ്പെന്ന് കേട്ടാലേ നമ്മളിൽ പലരും പേടിച്ച് ഓടാറാണ് പതിവ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, കാട്ടിലെ ശക്തിശാലികളായ മൃഗങ്ങൾ പോലും പാമ്പിനെ പേടിക്കുന്നു. ഇതിന് പ്രധാന കാരണം പാമ്പുകളുടെ ഉള്ളിലുള്ള വിഷം തന്നെയാണ്. എന്നാൽ പാമ്പുകളെ ഒട്ടും തന്നെ പേടിയില്ലാത്തതും എന്നാൽ പാമ്പുകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതുമായ ഒരു ജീവി നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ഏതാണാ ജീവിയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് കീരി. കീരിയെ കണ്ടാൽ പാമ്പുകൾ പൊതുവെ പിന്മാറുകയാണ് ചെയ്യുക. എന്നാൽ കീരികളാകട്ടെ നേരെ തിരിച്ചും തൻ്റെ ഇരയായ പാമ്പിനെ ആക്രമിക്കുവാനും തുടങ്ങും. ഇന്നത്തെ വീഡിയോ കീരിയും പാമ്പും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതലെന്നും എന്താണിതിന് കാരണമെന്നുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ സുലഭമായി കണ്ടുവരുന്ന ഒരു ജീവിയാണ് കീരി. ലോകത്താകമാനം 33 സ്പീഷീസുകളിൽപ്പെട്ട കീരിവർഗങ്ങൾ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കീരിവർഗം ഇന്ത്യൻ ഗ്രേ മാംഗൂസ് എന്ന ഇനത്തിൽപ്പെട്ട കീരിവർഗമാണ്. ശരീരമാസകലനം, നിറയെ കട്ടിയുള്ള രോമവും കൂടാതെ വളരെയധികം ചുറുചുറുക്കുള്ള ശരീരഘടനയുമാണ് ഇവയ്ക്കുള്ളത്. ഇതിനു പുറമെ ശക്തിയേറിയ കൂർത്ത് നീണ്ട 30ഓളം പല്ലുകളും ഇവയ്ക്കുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ ഇരയെ ഇവറ്റകൾ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താറുണ്ട്. ഒരു പാമ്പും ഒരു കീരിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കടികിട്ടുന്നത് പാമ്പിന് തന്നെയാണ്. ഇതിന് പ്രധാന കാരണം കീരിയുടെ നല്ല ചുറുചുറുക്കുള്ള ശരീരഘടന തന്നെയാണ്. പാമ്പിനെ ആക്രമിക്കുന്ന സമയത്ത് കീരികൾ തൻ്റെ ചുറുചുറുക്കുള്ള ശരീരം ഉപയോഗിച്ച് പാമ്പിനെ തലങ്ങും വിലങ്ങും വളരെ വേഗത്തിൽ വേട്ടയാടുന്നു. എന്നാൽ പാമ്പിന് കീരിയുടേതുപോലെ ശരീരം വളരെ വേഗത്തിൽ ദിശ തിരിച്ച് ചലിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. ഈ ഒരു അവസരം മുതലെടുത്താണ് കീരികൾ പാമ്പിനെ വേട്ടയാടുന്നത്. എന്നിരുന്നാലും പാമ്പിൻ്റെ കടി കീരികൾക്ക് ചില സമയങ്ങളിൽ വലിയ തോതിൽ തന്നെ ഏൽക്കാറുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പാമ്പിൻ്റെ കടിയേറ്റാൽ കീരി ചാകേണ്ടതല്ലേ എന്നായിരിക്കാം. എന്നാൽ പാമ്പിൻ വിഷത്തെ നിർവീര്യമാക്കുവാനുള്ള കഴിവ് കീരികൾക്കുണ്ട്. കീരികളുടെ ശരീരത്തിലെ ചില എൻസൈമുകൾ രക്തത്തിൽ നിന്നും പാമ്പിൻ വിഷത്തെ ഒരു പരിധിവരെ നിർവീര്യമാക്കുന്നു. ഈ ഒരു കാരണത്താലാണ് പാമ്പ് കടിച്ചാൽ കീരികൾക്ക് ഒന്നും തന്നെ സംഭവിക്കാത്തത്. എന്നിരുന്നാലും കീരികൾക്ക് എണ്ണത്തിൽ കൂടുതൽ അളവിൽ തുടർച്ചയായി കടി ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കീരികൾ ചത്തുപോകുവാനും സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും മറ്റ് ജീവികളെ അപേക്ഷിച്ച് പാമ്പിൻ്റെ കടിയിൽ നിന്നും വളരെയധികം പ്രതിരോധശേഷി കൂടുതലാണ് കീരികൾക്ക്. ഈ ഒരു കാരണത്താലാണ് പാമ്പും കീരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിജയസാധ്യത കൂടുതൽ കീരികൾക്ക് വരുന്നത്. സാക്ഷാൽ രാജവെമ്പാലയുടെ വിഷത്തെ വരെ നിർവീര്യമാക്കുവാനുള്ള കഴിവ് കീരികൾക്കുണ്ട്. പാമ്പും കീരിയും തമ്മിൽ ഏറ്റുമുട്ടിയ 90% കേസുകളിലും കീരിയാണ് വിജയിച്ചത്. വളരെ കട്ടിയേറിയ കീരിയുടെ ശരീരം പാമ്പിൻ്റെ കടിയിൽ നിന്നും കീരിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നത് കീരിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അനാക്കൊണ്ടയെപ്പോലെയുള്ള പൈത്തൺ ഇനത്തിൽപ്പെട്ട പെരുമ്പാമ്പുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനുള്ള കഴിവ് കീരികൾക്കില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും പെരുമ്പാമ്പുകളെ മാറ്റി നിർത്തിയാൽ കീരിയും പാമ്പും തമ്മിലുള്ള യുദ്ധത്തിൽ വിജയിക്കുക കീരികൾ തന്നെയാണ്. ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.